കള്ള ചേട്ടാൻ ഇവിടെ വാടാ. എന്താ മാമ? 78 43 കൂട്ടിയാൽ എത്രണ്ടാ? 8 3 11. പിന്നെ 7 4 11 121 അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക് ചെയ്താൽ 10 രൂപയ്ക്ക് എന്റെ ബാപ്പ ഉണ്ടായി തരുമോ? ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ? ഈ എന്താണ്ട് കുന്തം മുണിക്കമായിരിക്കണേ? അന്റെ മൂന്ന കാണാനല്ലേ എരപ്പ ഈ ആൾക്കാർ വന്നിക്കണേ? പോയി പണി കള്ള ലക്ഷണം ദൂരെ എനിക്കറിയാം നീ സ്റ്റേഷനിൽ വന്ന കാണും തിരക്കിനിടപെട്ട് വട്ടം കറക്കിണ്ടാവുന്ന. ഞാനും നിന്നെ പരിധി എവിടെ കാണാൻ? നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടുപിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നീ പാടാ. നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകുടി? ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ്? നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ ആയില്ലേ? എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ? നിന്റെ കട കൊള്ളാമല്ലോ. നിന്റെ മാമ തട്ടിപ്പോയാല് പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ? ധാരണ്ട് ഞമ്മക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ 3-4 പ്രാവശ്യം ഒരുമിച്ച് കണ്ടേടാ. നൂറേ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. കാള് തെറ്റി. പടച്ചോടാണ് മാമ, ഞമ്മക്ക് ഈ ചെയ്താൻ അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥം ഇപ്പൊ കേട്ടാളെ എന്റെ മാമ നാട്ടുകാർ പറഞ്ഞു കൊടുത്തായിരിക്കും. അതെ, ഒന്ന് വന്നാട്ടെ. വരീ. അതെ, ഈ ചെക്കന്റെ പേര് 100 എന്നാണ് ആൾക്കാരെ പറഞ്ഞത്. അതാരെങ്കിലും പറഞ്ഞു തരണോ? ഇമാതിരി മുമ്പിലായക്കാരെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിന്റെ പേര് എനിക്ക് ആരും പറഞ്ഞു തന്നീലേ. നിങ്ങളുടെ പേര് തന്നിട്ട് എനിക്ക് എന്ത് കാര്യം? കാര്യം തന്നെ എനിക്ക് പറയുമ്പോ കേക്കാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥമായിക്ക് ഇപ്പൊ കേൾക്കാത്തൊരു മാമനെ പറ്റി? ആ മാമാണ് ഈ മാമ. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ നമുക്ക് ഈ എന്താ നമ്മളെ മാമാന്ന് വിളിക്കണേ? എന്റെ ഉമ്മ എന്താ നമ്മളെ പെങ്ങളച്ചാ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും. ആ പോ പോ, ഇങ്ങോട്ട് പോ കളവേ. ഈ കടപ്പുറം നിന്റെ തറവാട്ട് അറിയാന്നല്ല. നിനക്ക് എന്നെ അറിയില്ലല്ലേടാ പൊന്നി. എടാ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിനക്ക് എത്ര ഐസിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എടാ, എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് നീ എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ ജയിച്ചത്. എടാ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൈമവതിയുടെ ചോറ് കട്ട് നിന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാനല്ലേടാ കുറ്റമായിട്ടെടുത്ത് നിന്നെ രക്ഷിച്ചത്? പറയടാ. കഴിഞ്ഞ എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു? കഴിഞ്ഞോന്ന് കഴിഞ്ഞെങ്കിൽ ഞമ്മക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. എന്നാ ചെവി പൊത്തിക്കളാം. പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പ് സഹിച്ചിട്ട് നമ്മളിവിടെ കയ്യ. എന്തിന്? മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി. ശമ്പളം ഇല്ല, നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല. സഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്നൊരു പഹയം വന്ന് ചാടി. നമ്മളെ കോയിക്കലെ മൊയ്തൂക്കാന്റെ മോൻ ഖാലിദ് നമ്മളെ കൊണ്ടാവും പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്കം മാമാന്റെ കയ്യിൽ നിന്ന് 500 രൂപയും വാങ്ങിയിട്ടോ മുങ്ങിക്കളഞ്ഞു. അതിനുശേഷം നമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക. ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കുട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത്. എന്നാലും ഒരെന്നാലുമില്ല. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. അടച്ചോനെ, എന്ത് സഹായം? അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു. ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ 3-ാം വർഷമാണ്. കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ. വീട് വിൽക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല. നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാം. ആദ്യം കിടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി. അതെ, രണ്ടും നടക്കൂല. നൂറേ മോനെ അപ്പക്കുട്ടാ, നമ്മൾ തലയായിക്കുന്ന എവിടെയാന്ന് അറിയാം നിനക്ക്? ഇത് അങ്ങോട്ട് നോക്ക്. ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്. അവിടെയുള്ളൊരു ബെഞ്ചിലാണ്. നല്ല വീതിയുള്ള ബെഞ്ചാണോ?
ബെഞ്ചിന് വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പകൽ നേരത്ത് മാമ വരുമ്പോ എന്നെ അവിടെ കാണില്ല, എന്നെ അവിടെ കാണില്ല. അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിൽക്കേ. ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 4 ലക്ഷം രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം പോലും. എടാ ബാങ്ക് തരും. മാനേജറെ പോയി കണ്ടു, നല്ല അമ്പോറ്റി അടിച്ചിങ്ങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജറുടെ വായി തന്നെയൊക്കെ 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.25 ലക്ഷം രൂപ. പോയിട്ട് 75,000 25,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ട് ആ മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കും. ബാക്കി 30,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.25 ലക്ഷം രൂപ ലോൺ കിട്ടി അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ്യ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാലേ നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ നടന്നു തന്നെ. ആളും തരവ് മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കുക. നിനക്കാന്ന് പറഞ്ഞാൽ 10 ന്യായ പൈസ വരില്ല. എന്ത് കണ്ടിട്ടാ? എടേ എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താൽ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമുനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. ആ ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. ഞമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു. 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.25 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും. പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും. ഹലോ അപ്പു സാറേ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറെ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമ വിടല്ലേ മാമ, മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. ആ വരി ഒന്നുമില്ലേ, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് നിങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ടാ? തന്ന് കണ്ട ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി കൊടു 1.25 ലക്ഷം അപ്പുക്കുട്ടന്. അല്ല നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, ഇന്ന എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുത്തു. അത് എന്നോട് ഇപ്പൊ ഇവിടെ ചാവണ്ടാൻ പറഞ്ഞു കടന്നു പോടെ ഒത്ത് നിങ്ങൾ ചാവിടിക്ക്. അല്ലെങ്കിൽ 1.25 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം. കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ നടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.25 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ? നാളെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ കൈ നൂറേ, എടാ നൂറേ, എന്താ മാമ? എന്റെ കൂട്ടുകാരൻ പോവാണ്. 100 രൂപ. ഇല്ല, ഓൻ വരുന്നില്ല. ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി. ലേശം കാര്യം. എന്ത് കാര്യ മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റായിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ? എടാ പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയില്ലാവത്ത് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടനെതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്നതാ നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 മണിക്ക് വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ, ചേട്ടൻ ഇവിടെ കുളിക്കാലോ. ബീരാനിക്ക വരുമെന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ.
ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രൻ നായർ മിസ്സിസ് ആണല്ലേ? അതെ. ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ. അത് തലേ കൂടെ തൈരും കൂടെ ഇല്ല, ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മളെത്ര വേണമെങ്കിലും രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ലേറ്റ് ആക്കട്ടെ, രാഹുകാലം തെറ്റിക്കാതെ. ദിലിപ്പത്തിന്റെ ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതിലൊരു 40 ഉറുപ്പിയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന്. സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നത് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനൊരു നിവർത്തിയോട് വന്നതുകൊണ്ട്. പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21-ന്. അതല്ല, നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോരല്ലോ. നമ്മൾ തമ്മിലൊന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കണം. പിന്നെ നമ്മൾ പോയിട്ട് നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. ഉപദ്രവിക്കല്ലേ, ഞമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. ഞമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, ഞമ്മളും കാണട്ടെ ഒരു കിനാവ്. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്ന കണ്ടു. എടാ അതൊക്കെ ബാങ്കില്ലേ, എന്നോട് വലിയ കാര്യമാണ്. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പുതുതായിട്ട് വന്നാണല്ലേ? നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയാ. സർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കട എടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ. അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ, അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. സാർ അങ്ങനെ പറയരുത്. 1.25 ലക്ഷം ഉറുപ്പിക ഇരട്ടി പലിശക്ക വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. പിടിച്ച് പുറത്താക്കെ. സോപ്പിട്ടിട്ട് വരാം. സർ, സർ, എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയിലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് എന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളിയിൽ നിന്ന് കേട്ടാ എനിക്ക് അലർജിയാ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണോ? പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ പ്ലീസ്. പിടിച്ച് പുറത്താക്കണോ? സാർ പ്ലീസ് സാർ. പറയുന്നൊക്കെ രാവിലെ ഞാൻ ഓരോരുത്തമ്മ കെട്ടിയെടുത്തോളൂ. പൂവും കായും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 ഉറുപ്പ്യന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്കെന്താ ഉള്ളത്? മാമയും പോയി, മൈമനെയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യ ആവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനം. നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് നടക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അതെടാ, കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത്.
എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറയല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് കെയറോഫില്? ഇന്നെ സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? ഓ, നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്, മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറാ കട്ടുന്ന? ചോറല്ല, കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോട്ടിക്കും. പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴ് അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക് അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ടിരിക്കട്ടെ, നമുക്ക് പിന്നെ എടുക്കാം. ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫിന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞ ഒരുത്തൻ അവന്മാര് കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടി മൂളിക്കണം. ഫയല് വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MDകളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു. എന്താന്നാണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. ഇതാണോ ആള്? ചോദിച്ചു നോക്ക്. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണ്.